മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 24-ാമത് വാക്യം. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സാദൃശ്യമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് കോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പോയിക്കളഞ്ഞു. ഞാറ് വളർന്നു, കതിരായപ്പോൾ കളയും കാണായി വന്നു. അതെ, അവൻ ദൈവത്തിന് സ്തോത്രം. ഒരു വിശുദ്ധ ദിവസം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമ്പോൾ അവൻ സ്തോത്രം കടന്നു വന്ന് കർത്താവിനെ ആരാധിപ്പാനും അവൻ്റെ സാന്നിധ്യം അനുഭവിക്കാനും ഹല്ലേലൂയ അവൻ ദൈവം ഒരുക്കുന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം. വായിച്ച വചനഭാഗത്തേക്ക് നമ്മൾ കടന്നു വരികയാണ്. അവൻ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 24 മുതലുള്ള ചില വാക്യങ്ങളാണ് നമ്മൾ ഇവിടെ വായിച്ചത്. ഹല്ലേലൂയ. എല്ലാവരും കരങ്ങളെ ഉയർത്തി ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്തേ. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം പല കാര്യങ്ങളും ഉപമകളായിട്ടാണ് ആമേൻ പറഞ്ഞത്. ഹല്ലേലൂയ. ആമേൻ ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ സ്നാപകൻ വരെ ആമേൻ സ്തോത്രം അവൻ പ്രവാചകന്മാരും പുരോഹിതന്മാരും നിലനിന്നു. ആമേൻ സ്തോത്രം യോഹന്നാൻ സ്നാപക യോഹന്നാനു ശേഷം ആമേൻ കർത്താവിൻ്റെ വരവോടുകൂടെ ദൈവരാജ്യം പ്രസംഗിച്ചു തുടങ്ങി. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു 3.5 വർഷം പ്രസംഗിച്ചത് മുഴുവനും ദൈവരാജ്യം. ഹല്ലേലൂയ. കർത്താവ് മലയുടെ മുകളിൽ ചെന്നിരിക്കുമ്പോൾ ശിഷ്യന്മാരും ആമേൻ സ്തോത്രം ഒത്തിരി ജനം കൂടി വരും. അവരോട് പറയുന്ന ഒരൊറ്റ ദൂതാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യോഹന്നാനിൽ തുടങ്ങിയത്. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു ആമേൻ സ്തോത്രം ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. യേശു കർത്താവിന് 3.5 വർഷക്കാലം ഒറ്റ മെസ്സേജ്. എന്താ മെസ്സേജ്? ആമേൻ ദൈവരാജ്യം. യേശു കർത്താവ് ദൈവരാജ്യത്തെ ഒത്തിരി ഉപമകളിലൂടെയാണ് ആമേൻ സ്തോത്രം ജനത്തോട് സംസാരിച്ചത്. ആമേൻ ദൈവരാജ്യം വലയോട് സാദൃശ്യം, ദൈവരാജ്യം കടുകുമണിയോട് സാദൃശ്യം, ഇങ്ങനെ ഒരുപാട് സാദൃശ്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഇവിടെ ദൈവരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചവനോട് സാദൃശ്യം. ഹല്ലേലൂയ. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് കോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ചു പോയിക്കളഞ്ഞു. ആമേൻ സ്തോത്രം. സത്യത്തിൽ ദൈവരാജ്യത്തെ സാധാരണ ജനത്തിന് മനസ്സിലാകത്തക്ക നിലകളിലാണ് ആമേൻ സ്തോത്രം ദൈവം ഇതിനെ ഉപമിച്ചിരിക്കുന്നത്. പക്ഷെ ഈ ഉപമ പോലും നമുക്ക് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. ഇവിടെ ഒരു വയൽ കാണുന്നു. ആമേൻ സ്തോത്രം. ഒരു നിലം തുറഞ്ഞ വയൽ കാണുന്നു. ആ വയലിനകത്ത് ആമേൻ സ്തോത്രം നല്ല വിത്തിടുന്നു. ആമേൻ സ്തോത്രം. അവിടെ പറയുന്നു മനുഷ്യൻ ഉറങ്ങുമ്പോൾ ശത്രു വന്ന് കള വിതയ്ക്കുന്നു. ആമേൻ കള വിതച്ചിട്ട് കടന്നു പോകുന്നു. എന്താണ് കള? എന്താണ് വയല്? ഇത് പകൽ നമ്മൾ ആഴത്തിൽ ചില ചിന്തകൾ ആമേൻ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. നിങ്ങൾ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. നമുക്കൊരിക്കലും ഈ ലോകത്ത് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും നമുക്ക് ദൈവരാജ്യം നഷ്ടപ്പെടരുത്. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആമേൻ സ്തോത്രം, നമ്മൾ എന്തിനാ ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു? എത്ര കഷ്ടം നമ്മൾ അനുഭവിച്ചു, എത്ര നിന്ന നമ്മൾ സഹിച്ചു, എത്ര അപമാനം നമ്മൾ ഏറ്റു. ഹല്ലേലൂയ. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് സഹിച്ചതാ? ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാ, ദൈവരാജ്യത്തിന് വേണ്ടിയാണ്. നമ്മൾ കർത്താവിൻ്റെ രാജ്യത്തിൽ കാണപ്പെടാൻ വേണ്ടിയാണ്. ആമേൻ ദൈവത്തിന് സ്തോത്രം. ഈ ത്യാഗമൊക്കെ സഹിക്കുന്നത് നമുക്ക് ദൈവരാജ്യത്തിൽ പോകണം, കർത്താവിനോട് കൂടെ. ആമേൻ സ്തോത്രം. അവിടെ കഷ്ടതയില്ല, കണ്ണുനീരില്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇതൊന്നും ഇല്ലാത്ത ഒരു രാജ്യം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നു. അവിടെ പോകാൻ വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങുന്നത്. ഈ ഞായറാഴ്ച തോറും വന്നിരുന്ന് ഈ വചനമൊക്കെ കേൾക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആമേൻ സ്വർഗരാജ്യത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അല്ല ഈ ഭൂമിയിൽ കുറച്ച് നന്മ കിട്ടുമെന്നോ അങ്ങനെയൊന്നുമല്ല. ആമേൻ സ്തോത്രം. ഞാൻ പറഞ്ഞത് നന്മ വേണ്ടെന്നല്ല. ആമേൻ ഈ ഭൂമിയിൽ വീട് വേണോ? വീട് വേണം. സ്തോത്രം. സമ്പത്ത് വേണോ? സമ്പത്ത് വേണം. ഈ ലോകത്ത് നമുക്ക് ജീവിക്കുവാനുള്ള എല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഇതെല്ലാം ദൈവം നമുക്ക് തരുമ്പോൾ നമ്മുടെ ലക്ഷ്യം മുഴുവനും ആമേൻ സ്തോത്രം 7.4 ആമേൻ സ്തോത്രം ഒരു ഭൂമി കുലുക്കം ഉണ്ടായാൽ തകർന്നു പോകാത്ത ഒരിടത്തായിരിക്കണം നമ്മുടെ ലക്ഷ്യം.
ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കെട്ടിപ്പൊക്കുന്നതെല്ലാം ഒരു ചെറിയ കുലുക്കം വന്നാൽ മതി, എല്ലാം പോകും. പക്ഷെ പോകാത്ത ഒരിടമുണ്ട്, അതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇവിടെ വീട് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഇവിടെ വേണം. പക്ഷെ ഇതൊന്നും അല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ദൈവത്തിന്റെ രാജ്യമാണ്. അവൻ തകർന്നു പോകാത്ത, ആർക്കും തകർക്കാൻ കഴിയാത്ത ദൈവരാജ്യമാണ് നമ്മുടെ വിഷയം. ഇവിടെ പറയാ, ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത്, അവൻ ഈ നിലം എവിടെയാ, ഈ നിലം എവിടെയാണെന്ന് അറിയണം. അപ്പോഴാണ് ഈ വിത്ത് വിതയ്ക്കുന്നത് എവിടെയാ കള വീണതെന്ന് നമ്മൾ അറിയണം. ആമേൻ, സ്തോത്രം. ഈ വചനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പെട്ടെന്നൊരു വയൽ ഇങ്ങനെ വെളിപ്പെട്ട് വരും. അവിടെ ആമേൻ, സ്തോത്രം, ഗോതമ്പ് വീഴുന്നു, വിത്ത് മുളയ്ക്കുന്നു. സ്തോത്രം. ഈ വയലെവിടെയാ? ഈ വയലെവിടെയാ? സ്തോത്രം. എവിടെയല്ല ആലോചിച്ച വയൽ? ബാംഗ്ലൂരിലാണോ, കേരളത്തിലാണോ, എവിടെയാ ഈ വയൽ? സ്തോത്രം. ഈ വയലെന്ന് പറയുന്നത് ദൈവരാജ്യം. ദൈവരാജ്യം എന്ന വയൽ. ഈ ദൈവരാജ്യം എന്ന വയൽ എവിടെയാ? തുളസി ആന്റി പറയുന്നു, ഹൃദയത്തിലാണ് ആ വയൽ. മഹത്വത്തിന്റെ ഞാൻ പറയും, ഈ വയൽ എവിടെയാന്ന് ചോദിച്ചാൽ സ്വർഗരാജ്യം എന്ന വയലാണ്. എവിടെയാണ് സ്വർഗരാജ്യം എന്ന് ചോദിച്ചാൽ കർത്താവ് ഉള്ളിടമാണ് സ്വർഗരാജ്യം. അപ്പൊ മഹത്വത്തിന്റെ പ്രത്യാശയാക്കുന്ന ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? ദൈവരാജ്യം ഉണ്ട്. അപ്പൊ ഈ വയൽ എവിടെയാ? അപ്പൊ നമ്മുടെ ഹൃദയത്തിലാണ് ഈ വയൽ ഇരിക്കുന്നത്. അപ്പോ ഈ രാജ്യത്തിനകത്ത്, ദൈവരാജ്യത്തിനകത്ത് കർത്താവ് നട്ടത് എന്താ? നല്ല ഗോതമ്പാണ് നട്ടത്. സ്തോത്രം. നമ്മളെ ആരായിട്ടാണ് നട്ടത്? നല്ല ഗോതമ്പായിട്ട് ഈ ദൈവരാജ്യം എന്ന വയലിൽ നട്ടു. സ്തോത്രം. അവൻ അടുത്തത് ചെയ്തേ, അവിടെ അടുത്ത് പറയുന്നു, മനുഷ്യൻ ഉറങ്ങുമ്പോൾ ആമേൻ, സ്തോത്രം, മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ ഒരു കള വിതച്ച് പോയി കളഞ്ഞു. കള വിതച്ചിട്ട് പോയി കളഞ്ഞു. മനുഷ്യൻ ഉറങ്ങുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യണം? കള വിതയ്ക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവനത് ശത്രു കള വിതയ്ക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഉറങ്ങുന്നത് എപ്പോഴാ? ഈ ഉറക്കം വരുന്നത് എപ്പോഴാ? ഉറക്കം വരുന്നത് എപ്പോഴാ ആന്റി? ഉറക്കം വരുന്നത് എപ്പോഴാ? രാത്രി. ഈ രാത്രി വരുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ഉറക്കം. ഇപ്പൊ രാത്രിയല്ല, രാവിലെയാണ്. അപ്പൊ ഈ രാത്രി എന്ന് പറഞ്ഞാൽ ഇരുട്ട് വരുമ്പോഴാണ് ഉറക്കം വരുന്നത്. അപ്പൊ ഇരുട്ടില്ലെങ്കിലോ? സൂര്യൻ ഇത് അസ്തമിച്ചില്ല, ആർക്കെങ്കിലും ഉറക്കം വരുമോ? ഈ ഇരുട്ട് വന്നത് കൊണ്ടാണ് വീട്ടിൽ എന്ത് ചെയ്യുന്നത്? 9 മണിയായി, സ്തോത്രം, മീറ്റിംഗ് തീർന്നാൽ നമുക്ക് എന്ത് ചെയ്യണം? വീട്ടിൽ സൂര്യൻ അസ്തമിച്ചില്ലെങ്കിലോ? അപ്പൊ ഇരുട്ട് വരുമ്പോഴാണ് സ്തോത്രം ആര് വെളിപ്പെടുന്നത്? ശത്രു വെളിപ്പെടുന്നത്. അപ്പൊ ഇരുട്ടില്ലെങ്കിൽ ആരില്ല? ശത്രുവിന് വരാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്ത് വരരുത്? ഇരുട്ട് വരരുത്. സ്തോത്രം. ഇരുട്ട് വരരുത്. നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ എന്ത് ചെയ്യരുത്? ആ മനുഷ്യൻ ഉറങ്ങരുത്. നമ്മുടെ പുറമേയുള്ള മനുഷ്യന് രാവിലെ മുഴുവനും ജോലി ചെയ്താൽ വൈകുന്നേരം ആകുമ്പോൾ തന്നെ ഉറക്കം വരും. കാരണം ഈ ശരീരം ബലഹീനമാണ്. ഈ ബലഹീന ശരീരത്തിൽ എന്തുണ്ട്? ഉറക്കമുണ്ട്. കർത്താവിൻ്റെ കൂടെ ഗദസമനയിൽ പത്രോസും യോഹന്നാനും യാക്കോവും പോയിട്ട് അവരവിടെ എന്ത് ചെയ്തു? അവരങ്ങ് ഉറങ്ങി. കർത്താവിൻ്റെ കൂടെ ഇരുന്നിട്ട് കർത്താവ് പറഞ്ഞു, സ്തോത്രം, നിങ്ങൾ ഉറങ്ങരുത്. ഒരു നിമിഷം, ഒരു നാഴിക എന്നോട് കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം എന്ന് പറഞ്ഞിട്ട് കർത്താവ് വീണ്ടും പോയി മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചു. വീണ്ടും വന്നപ്പോൾ ഇവരുടെ കണ്ണിന് ഭാരമേറി ഇവരെന്ത് ചെയ്യുക? ഇവർ ഉറങ്ങുന്ന കണ്ടിട്ട് പറഞ്ഞു, സ്തോത്രം, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നു പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇത് പറഞ്ഞിട്ടും തിരിച്ചു വന്നപ്പോൾ അവർ എന്ത് ചെയ്തു? ഉറങ്ങി. മൂന്നാമത് വന്നിട്ട് പറഞ്ഞു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഉറങ്ങി. ജഡത്തിന്
ബലഹീനതയുള്ളത് കൊണ്ട്, ക്ഷീണമുള്ളത് കൊണ്ട് ജഡമുറങ്ങും. പക്ഷേ അകത്ത് ജഡമില്ലാത്ത ഒരുവൻ ഇരിപ്പുണ്ട്. ജഡമില്ലാത്ത ഒരുവൻ, അതാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ. അകത്തൊരു ക്രിസ്തു ഇരിപ്പുണ്ട്. അവൻ ഉറങ്ങരുത്, അവൻ മയങ്ങരുത്. അവൻ ഉറങ്ങിയാൽ, അവൻ മയങ്ങിയാൽ, അവൻ ഇരുട്ട് നിന്നെ മൂടും. അവൻ ശത്രു നിന്റെ വയലിനകത്ത് അവൻ കള വിതയ്ക്കും. ഹല്ലേലൂയ. കള വിതച്ചാൽ ഹല്ലേലൂയ അവൻ നിനക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും ഞങ്ങളുടെ അകത്തൊരുവൻ ഇരിപ്പുണ്ട്. അവൻ നാൾക്കുനാൾ ബലം പ്രാപിക്കും, അവൻ ശക്തി പ്രാപിക്കും. അവനെ ഒതുക്കാൻ ഒരു ജഡത്തിന്റെ ശക്തികൾക്കും, ഒരു ആഭിചാര ബന്ധനങ്ങൾക്കും, ഒരു അവൻ മാനുഷിക ശക്തികൾക്കും അവനെ ഒതുക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഈ ശത്രുവിന് ഈ പുറമേയുള്ള ശരീരത്തെ ക്ഷയിപ്പിക്കാൻ പറ്റൂ, ഈ ശരീരത്തെ ക്ഷീണിപ്പിക്കാൻ പറ്റും, ഈ ശരീരത്തെ മിണ്ടാതിരിക്കാൻ സമ്മതിക്കും, അവൻ പലതും ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്ന് പകൽ അകത്തൊരുവൻ ഇരിപ്പുണ്ട്. അവൻ ആത്മാവിൽ ബലപ്പെട്ടാൽ അവനെ ഒതുക്കാൻ ആർക്കും കഴിയത്തില്ല. ഈ അകത്തിരിക്കുന്നവൻ ഉറങ്ങരുത്. അവൻ ഉറങ്ങിയാൽ എന്ത് ചെയ്യുമെന്നറിയാമോ? അവൻ ഇരുട്ട് വരും. അവൻ ഇരുട്ട് വന്നാൽ ശത്രു എന്ത് ചെയ്യും? ശത്രു വന്ന് അവൻ ഗോതമ്പിന്റെ ഇടയിൽ, ഹല്ലേലൂയ, ദൈവകുഞ്ഞ് നിന്നെ നട്ടെടുത്ത് നിന്റെ അടുക്കൽ ശത്രു എന്ത് ചെയ്യും? കള വിതയ്ക്കും. ഈ കള വിതച്ചാൽ എന്താണെന്നറിയാമോ? വയലിൽ വിത്ത് വിതച്ച് ചില മാസങ്ങൾ അങ്ങോട്ട് കഴിയുമ്പോൾ ഈ വിത്ത് വളരുന്നതിൻ്റെ കൂട്ടത്ത് എന്ത് വളരും? കള വരും. സ്തോത്രം. അതെന്ത് ചെയ്യുമെന്നറിയാമോ? അതിനെ, ആ കളയെ പറിക്കാൻ ആൾക്കാരെ ആക്കും. സ്തോത്രം. ആദ്യത്തെ പ്രാവശ്യം കള പിഴുത് കളയത്തില്ല. ഈ കളയെല്ലാം എന്ത് ചെയ്യുമെന്നറിയാമോ? സ്തോത്രം. ഒതുക്കി ചവിട്ടി ആ ചള്ളക്കകത്തോട്ട് അങ്ങ് താത്തു വെക്കും. ഈ കള ഒരു ഘട്ടത്തിൽ അതിന് വളമായി തീരും. എന്നാൽ പിന്നെയും എന്ത് ചെയ്യും? കള ഇത് വളർന്നുകൊണ്ടേ ഇരിക്കും. ഹല്ലേലൂയ. രണ്ട് തരത്തിൽ കളയുണ്ട്. സ്തോത്രം. ഒന്ന്, സ്തോത്രം, അതിന് ചുറ്റിലും അതുമായി ബന്ധമില്ലാത്ത കളകൾ. ആ ചെടികൾ ഏതാന്ന് പോലും, അതിൻ്റെ പേര് പോലും നമുക്ക് അറിയത്തില്ല. പരസ്പര ബന്ധമില്ലാത്ത കളകൾ. ഇനി ഈ കതിരുമായി ബന്ധപ്പെട്ട കളയുണ്ട്. അതെന്താണെന്നറിയാമോ? സ്തോത്രം. ഈ നട്ടതിൻ്റെ കൂട്ടത്തെ ശത്രു വിതച്ചത് ഈ കതിരിന് നേരെയാണ് കള വിതച്ചത്. പക്ഷെ ഈ കതിരിൽ ചില പതിരുണ്ട്. സ്തോത്രം. അത് കണ്ട എങ്ങനെ ഇരിക്കുമെന്നറിയാമോ? സെയിം. പക്ഷെ അതിൽ കതിരുണ്ടാകത്തില്ല. അത് പതിരാണ്. അത് പതിരേ കായ്ക്കത്തുള്ളൂ. അതിനകത്ത് മണി ഉണ്ടാകത്തില്ല. ഇതും സ്തോത്രം, ഈ നല്ല കതിരോട് ചേർന്ന ഇത് വളരുന്നത്. ഇത് വളർന്നാലുള്ള പ്രത്യേകത എന്താ? ഈ കാട്ടുകളകളെ ചവിട്ടിത്താഴ്ത്താം, പക്ഷെ ഇത് ചവിട്ടാനും പറ്റില്ല. ഇതിനെന്ത് ചെയ്യാൻ പറ്റില്ല? പറിച്ച് കളയാനും പറ്റില്ല. ഇതിനോട് ചേർന്ന് നിൽക്കുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഭയങ്കര പ്രശ്നം. ഈ കള സ്തോത്രം, ഇത് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഇതിനെ പറിച്ച് കളയാൻ പറ്റില്ല, ഇതിനെ ചവിട്ടിക്കളയാനും പറ്റില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ യജമാനൻ്റെ അടുക്കൽ ദാസന്മാർ വന്നിട്ട് ചോദിച്ചു, യജമാനനെ, ഈ കള ഞങ്ങൾ സ്തോത്രം ഹല്ലേലൂയ നമ്മൾ പാകിയതല്ലല്ലോ. ഹലോ, കളയുടെ കാര്യം പറഞ്ഞ് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. സ്തോത്രം. സ്തോത്രം. നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത കളയായാലും ബന്ധമുള്ള കളയായാലും സ്തോത്രം ഹല്ലേലൂയ, ഇത് ശ്രദ്ധിച്ച് കേട്ടോണം. നമ്മുടെ ആത്മീക ജീവിതത്തെ ഒതുക്കുന്ന, നശിപ്പിക്കുന്ന ചില ഏരിയയിലോട്ട് കയറാൻ പോവുക. സ്തോത്രം. ചിലതിനെയൊക്കെ ഇന്ന് ചാവിട്ടി താഴ്ത്തി കളയണം. നമ്മളെ ദൈവരാജ്യത്തെ നമുക്ക് ദോഷം വരുന്ന ഒന്നിനെയും നമ്മുടെ വയലിനകത്ത് നിർത്താൻ നമ്മൾ നോക്കരുത്. ചിലതിനെ സൂക്ഷിക്കണം, ചിലതിനെ ചവിട്ടി താഴ്ത്തണം. ഇല്ലെങ്കിൽ
ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവകുഞ്ഞ നിന്റെ ആത്മീക ജീവിതത്തെ ബാധിക്കുന്ന ആമേൻ ചില വിഷയങ്ങളോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആമേൻ ഹല്ലേലൂയ ഇടപെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോ ആമേൻ ഈ ഇരുട്ട് വരാൻ നമ്മൾ സമ്മതിക്കരുത്. ഇരുട്ട് വന്നാൽ എന്തെന്നറിയാമോ? ആമേൻ സ്തോത്രം. ഒരു രാത്രി ശിഷ്യന്മാരുമായിട്ട് യേശു ഇങ്ങനെ യാത്ര ചെയ്ത് പടകിൽ പോകുമ്പോൾ ആമേൻ സ്തോത്രം, ആമേൻ രാത്രിയായി, ആമേൻ ഇരുട്ട് വന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഒരു വൻ തിരമാലയും വന്നു. ആമേൻ പടകിന് നേരെ അടിച്ചു. ആമേൻ സ്തോത്രം. ആമേൻ അവരാകുന്നിടത്തോളം പടകിന് നേരെയാക്കാൻ നോക്കി. സ്വല്പം കഴിഞ്ഞപ്പോൾ ഭയങ്കര പ്രശ്നം. പടക് മുങ്ങും, ഇവർക്ക് അക്കരെ കടക്കാൻ കഴിയത്തില്ല എന്നൊരു ചിന്ത ഇവരെ അകത്ത് വന്നപ്പോൾ ആമേൻ കർത്താവിന് മനസ്സിലായി, ഇനി അല്പസമയം കൂടെ ആണെങ്കിൽ ഇവരെ തന്നെ എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ട്. കർത്താവ് ആ തിരമാലയുടെ മീതെ കൂടെ ആമേൻ സ്തോത്രം ഇങ്ങനെ നടന്നു വരികയാണ്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഈ നടന്നു വരുമ്പോൾ ആമേൻ ശിഷ്യന്മാർ കണ്ടു, ഈ ഇരുട്ട് കയറിയാൽ വരുന്നത് ആരാണെന്നൊന്നും ഒരു പിടുത്തം. സ്തോത്രം. കർത്താവാണ് വരുന്നത്. പക്ഷേ അവരെന്തെന്ന് പറഞ്ഞു? വിളിച്ചു പറഞ്ഞു. സ്ത്രീ അവന്റെ ജീവിതത്തിൽ ഒരു രാത്രി വന്ന് കണ്ണിൽ ഇരുട്ടി കയറി. കർത്താവിനെ ആമേൻ സ്തോത്രം 2 വട്ടം കോഴി കൂന്നതിന് 3 വട്ടം തള്ളി പറഞ്ഞു. ഈ ഇരുട്ട് വന്ന ഭയങ്കര പ്രശ്നമാണ്. കൊള്ളേണ്ടതിനെ തള്ളും, തള്ളേണ്ടതിനെ കൊള്ളും. ഇതാ പ്രശ്നം. അത് കുടുംബത്തിലാകട്ടെ, വ്യക്തിപര ജീവിതത്തിലാകട്ടെ, ആത്മീക ജീവിതത്തിലാകട്ടെ. ഹല്ലേലൂയ. ഇരുട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കാതെ വണ്ണം നമ്മൾ സൂക്ഷിക്കണം. കർത്താവ് പറയാം, അതിനെന്താ ചെയ്യേണ്ടേ? ഇരുട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കാതിരിക്കും നമുക്ക് എന്താ ചെയ്യേണ്ടേ? ആമേൻ സ്തോത്രം. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം ഇങ്ങനെ ഒന്ന്, നിർമ്മതരായിരിപ്പിൻ. നിർമ്മതരായിരിപ്പിൻ. എന്താ നിർമ്മതരായിരിപ്പിൻ? ആ വാക്കിന്റെ അർത്ഥം എന്താ? സുബോധമുള്ളവരായിരിപ്പിൻ. ആമേൻ. നമുക്കൊരു പ്രതിയോഗിയുണ്ട്. ആമേൻ. ഇന്ന് പകൽ നമ്മൾ എന്തെങ്കിലും നിർമ്മതരായിരിക്കണം. ആമേൻ സ്തോത്രം. നിർമ്മതരായിരിപ്പിൻ. അടുത്ത് പറയുന്നു, ഉണർന്നിരിപ്പിൻ. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ, അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. അവൻ ചുമ്മാ നടക്കുകയല്ല, തെരഞ്ഞു നടക്കാൻ സാധ്യത ഉള്ളിടത്ത് എന്ത് ചെയ്യും? എല്ലായിടത്തും ഒന്നും വന്ന് കയറാൻ പറ്റില്ല, എല്ലാ വയലിലും കയറാൻ പറ്റില്ല. സാധ്യതയുള്ളിടത്ത് അവൻ തിരിയും. നിന്റെ സാധ്യതയുണ്ടെങ്കിൽ അവൻ പോകുന്ന പോക്കൽ അവിടെ തിരിയും. അടുത്ത് പറയുന്നു, തിരിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യും? അവൻ ചുറ്റി. ഇന്ന് പകൽ ചിലത് പൊളിയണം. നമുക്ക് വിരോധമായി ശത്രു വിട്ടിരിക്കുന്ന അടിസ്ഥാനങ്ങൾ പൊളിയണം. നിനക്ക് ചുറ്റിലും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചില സ്തോത്രം ദുഷ്ട കണ്ണുകൾ ഇന്ന് പകൽക്കാലം അത് തകർന്നു മാറണം. ഹല്ലേലൂയ. നിന്നെ നോക്കുന്ന 2 അഗ്നിജ്വാലക്കത്തെ കണ്ണുകളുണ്ട്. അഗ്നിജ്വാലക്കത്തെ 2 കണ്ണുണ്ട്. ഇന്ന് പകൽ ആ കണ്ണ് നിന്റെ മേൽ വീണാൽ നിനക്ക് ചുറ്റും ചുറ്റി തിരിയുന്ന അന്ധകാര ശക്തികൾ അതിനകത്ത് ഭസ്മമായി പോകും, അത് തകർന്നു പോകും. ഹല്ലേലൂയ. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവകുഞ്ഞ്, നിന്റെ കണ്ണ് അവങ്കിലേക്കാണെങ്കിൽ, ആമേൻ, നിന്റെ കണ്ണ് കർത്താവിലേക്കാണെങ്കിൽ ഇന്ന് പകൽ ഹല്ലേലൂയ നിനക്ക് ചുറ്റും ആമേൻ ഹല്ലേലൂയ ശത്രുവല്ല ചുറ്റി തിരിയുന്നത്. സ്വർഗ്ഗത്തിലെ ദൂതന്മാർ നിനക്ക് ചുറ്റിലും ആമേൻ ഇറങ്ങി പാളയം ഇറങ്ങിയിരിക്കും. വചനം പറയുന്നു, തന്റെ ഭക്തന്മാരുടെ ചുറ്റും യഹോവയുടെ സൈന്യം പാളയം ഇറങ്ങി. അതുകൊണ്ട് കർത്താവ് പറയാൻ, നിർമ്മതരായിരിക്കണം എന്ന് പറഞ്ഞാൽ സുബോധമുള്ളവരായിരിക്കണം. ആമേൻ. നമ്മുടെ വയലിനകത്ത് ശത്രുവിന് കടക്കാൻ അനുവാദം കൊടുക്കരുത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവരാജ്യമെന്ന ആമേൻ ഒരു വയൽ ഇതിനകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഇതിനകത്ത് ദൈവം ഇട്ടിരിക്കുന്നത് എന്താ? നല്ല ഗോതമ്പ്. എന്തിനെന്നറിയാമോ? ഇത് നട്ടിട്ട് വെറുതെ ഇരിക്കാനല്ല. എന്ത് വേണം ഇതിനകത്ത്? ആമേൻ. ഈ വയലിനകത്ത് ഇത് നട്ടവനൊരു പ്രതീക്ഷയുണ്ട്. എന്താ? നമ്മിൽ നിന്നൊരു ഫലം പുറത്തു വരണം. ഏത് ഫലം പുറത്തു വരണം? ദൈവം നമ്മളിൽ പ്രതീക്ഷിക്കുന്നത് പുറത്തു വരണം.
പക്ഷെ പിശാച് പറയുക, ദൈവം പ്രതീക്ഷിച്ചത് വരാതിരിക്കാൻ ഇവന്റെ വയലിനകത്തു ഞാൻ കള വിതയ്ക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ പറ, എന്റെ വയലിനകത്ത് പിശാച് നിന്റെ ഇഷ്ടമല്ല, നിന്റെ കളയല്ല. എന്റെ ദൈവം പ്രതീക്ഷിക്കുന്നത് ഈ ദിവസങ്ങളിൽ, ഈ ആഴ്ചകളിൽ, ഈ മാസങ്ങളിൽ എന്റെ കർത്താവ് പ്രതീക്ഷിക്കുന്നത് അത് അവൻ പുറത്തു വരുമെന്നൊക്കെയാണ്. ഇന്ന് പകൽ നീ വിട്ടുകൊടുക്കരുത്. ഇന്ന് പകൽ നിന്റെ വയലിനകത്ത് കയറാ ഒരു ശത്രുവിനെയും നീ അനുവദിക്കരുത്. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇന്ന് പകൽ ഹല്ലേലൂയ, നീ അതിനെ അടയ്ക്കണം, നീ വേലി കെട്ടണം. ഒരു പിശാചും എന്റെ അതിനകത്ത് കയറുവാൻ ഹല്ലേലൂയ അനുവാദം കൊടുക്കരുത്. അനുവാദം കൊടുക്കരുത്. അനുവാദം, ഇതിനകത്തോട്ട് കയറാൻ അനുവാദം കൊടുക്കരുത്. അപ്പോ ഈ പലവിധമാകുന്ന കളകളെ ചവിട്ടിയ താഴും. പക്ഷെ കതിരോട് ചേർന്ന് നിൽക്കുന്ന അമേസ്വത്ര പതിരെന്നൊരു കളയുണ്ട്, അത് ഉപയോഗമില്ല. ഇതിങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ യജമാനന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ദാസന്മാർ ചോദിച്ചു, അമേൻ നമ്മൾ നല്ല വിത്തല്ലേ വിതച്ച്, പക്ഷെ കള കാണുന്നുണ്ടല്ലോ. അമേസ്തോത്ര അമേൻ അതിനെ ഒന്ന് പറിച്ച് കളയട്ടെ എന്ന് ചോദിച്ചു. യജമാനൻ പറഞ്ഞു, ഇപ്പോൾ എന്ത് ചെയ്യണ്ട, അതിനെ പറിച്ച് കളയണ്ട. എന്താ കാര്യം? ഹല്ലേലൂയ. ആമേൻ. ഇതിനെ പറിച്ച് കളഞ്ഞാൽ നല്ലത് കൂടെ എന്ത് ചെയ്യും? സ്തോത്രം. നല്ലത് കൂടെ എന്ത് ചെയ്യും? പോകും. അപ്പോൾ രണ്ടിനെയും വളരാൻ ദൈവം എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു, ഇത് കേറാതിരിക്കാൻ സൂക്ഷിക്കുക. കേറാതിരിക്കാൻ, കള ഹൃദയത്തിൽ വിതയ്ക്കാതിരിക്കാൻ. ഞാൻ പറഞ്ഞു, ദൈവം നിന്റെ ആത്മീക അനുഗ്രഹത്തിനും നീ ദൈവവുമായുള്ള ബന്ധത്തെ ആമേൻ മുറിക്കുന്ന ഒരു കളയും നിന്റെ വയലിൽ ഉണ്ടാകാൻ അനുവദിക്കരുത്. സ്തോത്രം. ഈ രണ്ടാമത്തെ അമ്മ കള നിൽക്കുന്നത് കണ്ടോ? അമ്മ കതിരോട് പറ്റി നിൽക്കുക. ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിൽ മണി ഉണ്ടാകത്തില്ല, നല്ല ഗോതമ്പ് മണി ഉണ്ടാകത്തില്ല. പക്ഷെ ഇതിലെന്താ? പതിര്. കതിരുപോലെ അമൻ പൂവരും, കതിരുപോലെ അമൻ സ്വത്രം. അതിൻ്റെ എല്ലാം രണ്ടും നോക്കിയാൽ ഒരുപോലെ ഇരിക്കും. പക്ഷേ അകത്തെന്തില്ല. പക്ഷെ ഇവന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ഈ നല്ല ഗോതമ്പിന് ഇടുന്ന സർവ വളവും ഇവനെന്ത് ചെയ്യും? നമ്മുടെ സന്തോഷത്തിന് ദൈവം തരുന്ന ഒരു ഉദാഹരണം പറഞ്ഞു. ദൈവം നമ്മുടെ സന്തോഷത്തിന് തരുന്ന സകല നന്മകളും ഈ ഊറ്റിക്കൊണ്ടു പോകും. നിന്റെ സമ്പത്തുകളെ വലിച്ചെടുക്കുക. പെട്ടെന്നൊരു അസുഖം, ഹോസ്പിറ്റലിൽ പോകുന്നു. ആമേൻ സ്തോത്ര ഹല്ലേലൂയ. 5 വർഷം നമ്മൾ സമ്പാദിച്ചത് ഒറ്റ ദിവസം അവൻ വലിച്ചുകൊണ്ട് പോകും. നമ്മളിതറിയില്ല. നമ്മളെപ്പോഴും പറയും, കർത്താവേ സ്തോത്ര ഹല്ലേലൂയ, എൻ്റെ കുടുംബത്തിന് വിരോധമായി, എൻ്റെ തലമുറയ്ക്ക് വിരോധമായി പോരാടുന്ന പോരുകൾ ശത്രുവിൻ്റെ എവിടെ പോകാൻ? അകത്തിരുന്ന ഇത് ഊറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ദേശം മുഴുവനും ചുറ്റിക്കടന്ന് പ്രാർത്ഥിക്കും. നോ, ഇതെവിടെയാ ശത്രു ഇരിക്കുന്നത്? ദൈവം നിന്റെ നന്മയെ ഊറ്റുന്ന ഈ കള എവിടെയാ ഇരിക്കുന്നത്? വീട്ടിനകത്തല്ല, ദേശത്തല്ല. സ്തോത്രം. നമ്മുടെ അകത്ത് നമ്മൾ നടക്കുമ്പോൾ ഈ കളയും കൊണ്ടാണ് നടക്കുന്നത്. സ്തോത്രം. തമ്പുരാൻ പറഞ്ഞു, ഇത് രണ്ടും സ്തോത്രം രണ്ടും വളരുക. സ്തോത്രം. ചിലത് തിരിച്ചറിയണം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞ ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം. ആമേൻ സ്തോത്രം. ചില കളകൾ നമ്മൾ തിരിച്ചറിയണം. ഇതെല്ലാം നിൽക്കുന്നത് എവിടെയാണെന്നറിയാമോ? എവിടെ നിൽക്കുന്നത്? വയലിലും അല്ല. അപ്പോൾ സാധാരണക്കാരൻ്റെ കാര്യം പറയണോ? സ്തോത്രം. ലോകമാകുന്ന വയലിൽ നിന്ന് എന്നെ നിങ്ങൾ എടുത്ത് ദൈവരാജ്യമെന്ന വയലിൽ നട്ടിട്ട്, ആമേൻ സ്തോത്ര ഹല്ലേലൂയ, ഒരുവൻ കാത്തിരിക്കുക. എന്തിനാ? ഫലം കാണാൻ. ആമേൻ സ്തോത്രം. നമ്മളിൽ ദൈവത്തിൻ്റെ ഫലം കാണാൻ.
ഇന്ന് പകൽ ഇതിനകത്തിരുന്ന് ഞാൻ എന്നെ തന്നെ വിവേചിക്കണം. ഇതിനകത്തിരുന്ന് സ്വത്രം ഞാൻ നിങ്ങളെ വിവേചിക്കുവാനല്ല, നിങ്ങൾ എന്നെ വിവേചിക്കുവാനല്ല. വചനം പറഞ്ഞു, ആത്മീകൻ തന്നെത്താനല്ല തന്നെ എന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആത്മീകനാണെങ്കിൽ എന്നെ ഞാൻ വിവേചിക്കും. എന്നെ ഞാൻ വിവേചിച്ചാൽ എന്ത് സംഭവിക്കും? വേറെ ആരും നമ്മെ എന്ത് ചെയ്യത്തില്ല, വിവേചിക്കത്തില്ല. ഇന്ന് പകൽ നമ്മളെ തന്നെ ഒന്ന് വിവേചിച്ച്. എവിടെയെങ്കിലും ശത്രു കള വിതച്ചിട്ടുണ്ടോ? നാനാവിധ കള ആമേനാണെങ്കിൽ ഇന്ന് പകൽ അതിനെ ചാവിട്ടി എന്ത് ചെയ്യണം? ചാളക്കകത്തതാക്കണം. നമ്മുടെ നന്മയെ ഊറ്റുന്ന, നമ്മുടെ ആത്മീക അഭിവൃദ്ധിയെ, ആത്മീക സന്തോഷത്തെ, ആത്മീക സമാധാനത്തെ, ആത്മീകമായി കർത്താവ് പറഞ്ഞു, ലോകം തരാത്ത എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഇന്ന് പകൽ നമുക്ക് ദൈവം ഒരുക്കിയ ആ സമാധാനത്തെ കെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ അതിനെ അറസ്റ്റ് ചെയ്യണം. നമ്മുടെ വയലിൽ അതിനെ വളരുവാൻ അനുവദിക്കരുത്. ഇന്ന് പകൽ ആ വയലിനകത്ത് വളരുവാൻ അനുവദിക്കരുത്. ചിലതിനെ ചാവിട്ടിയ ചള്ളക്കകത്ത് പുതച്ചു വെച്ചോണം. ഹല്ലേലൂയ. തല ഉയർത്താൻ സമ്മതിക്കരുത്. ദൈവകുഞ്ഞേ, നിന്റെ ആത്മീക ആത്മീകതയ്ക്ക് വിരോധമായി നീയും ദൈവമായുള്ള ബന്ധത്തെ മുറിക്കുന്ന സകല കളകളും ഇന്ന് പകൽ നിന്റെ വയലിനകത്ത് അത് തകരപ്പെടണം. ഇനി ശത്രു അതിനകത്ത് കയറാതെ വണ്ണം നീ അതിനെ കാത്തുകൊള്ളണം. നീ അതിനായി ജാഗ്രതയോടെ ഇരിക്കണം. ഇന്ന് പകൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. എന്താ കാര്യം? ഹല്ലേലൂയ. വിതച്ചത് പോട്ടെ, ഇനി വിതയ്ക്കാതിരിക്കാൻ നീ ഉണർന്നിരിക്കണം. എങ്ങനെ ഉണരണം? നിന്റെ അകത്തെ മനുഷ്യൻ ഉണരണം. നിന്റെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിൽ നിന്റെ അകമേയുള്ള മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ഹല്ലേലൂയ. ഈ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാൽ ഒരു ശത്രുവിനും ഈ വയലിൽ കയറാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ പുറമേയുള്ള മനുഷ്യൻ 8 മണിക്കൂർ ഉറങ്ങും, 16 മണിക്കൂർ ഉറങ്ങുന്നവരുമുണ്ട്. പോട്ടെ, 8 മണിക്കൂർ ഒരു മനുഷ്യന്റെ ഉറക്കം 8 മണിക്കൂർ. ഹല്ലേലൂയ. ഈ പുറമേയുള്ള മനുഷ്യൻ ഉറങ്ങും, പക്ഷേ അകത്തെ മനുഷ്യൻ അവന് ഉറക്കമില്ല, അവൻ ഉണർന്നിരിക്കും. പക്ഷേ എവിടെയാ ഇത് മയങ്ങിപ്പോകുന്നത്? അകത്തെ മനുഷ്യൻ ബലഹീനനാകാൻ നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത്. ഇന്ന് പകൽ ഈ വചനം സ്തോത്ര ഹല്ലേലൂയ പുറമേയുള്ള മനുഷ്യനുള്ളതല്ല, നമ്മുടെ ആകമേയുള്ള മനുഷ്യൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഈ ദൂത് കേൾക്കുമ്പോൾ നിങ്ങൾ സ്തോത്രം പറയുകയും നിങ്ങൾ കരമടിക്കാൻ നിങ്ങൾ പ്രതികരിക്കുന്നില്ലേ? പ്രതികരിക്കുന്നതിന്റെ പേരാണ് അകത്തെ മനുഷ്യൻ. നിങ്ങളൊരു സ്തോത്രം പറഞ്ഞെങ്കിൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടിട്ടാ. ജോസ് പാസ്റ്റർ പ്രസംഗിച്ചത് കൊണ്ടല്ല, ഈ വചനം വരുമ്പോൾ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ഹല്ലേലൂയ. നിന്റെ വയൽ സൂക്ഷിക്കുന്ന ഒരുവൻ നിന്റെ അകത്തിരിപ്പുണ്ട്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും നമുക്ക് ഈ അകമേ ഉള്ളവൻ ഒരു വിഷയമല്ല. നമുക്കാരാ പ്രശ്നം? നമുക്ക് പുറമേ ഉള്ളവനാണ് പ്രശ്നം. ഈ ആയുസ് മുഴുവനും കിടന്ന് കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയിട്ടാ? ഒരായുസ് മുഴുവനും നമ്മൾ കിടന്ന് അധ്വാനിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ? സ്വത്രം. നമ്മൾ വീട് വെക്കുന്ന ആർക്ക് താമസിക്കാനാ? നമ്മൾ കാർ മേടിച്ച ആർക്ക് പോവാനാ? നമ്മളെ സമ്പത്ത് മുഴുവനും ആർക്ക് വേണ്ടിയിട്ടാ? ഈ പട്ടണത്തിനകത്ത് പാർക്കുവാൻ ഒരു വീട് സ്ഥലവും വാങ്ങിച്ചാൽ നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. ദൈവമക്കളെ, ഇത് ക്ഷയിച്ചു പോയാലും ഈ ശരീരത്തിനകത്ത് ക്ഷയിക്കാത്ത ഒരുവനുണ്ട്. ക്ഷയിച്ചു പോകാത്ത, ബലഹീനമില്ലാത്ത, പ്രായമില്ലാത്ത ഒരുവൻ നമ്മുടെ അകത്തിരിപ്പുണ്ട്. ഇന്ന് പകൽ അവനെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഒരു നേരം കഴിച്ചില്ലെങ്കിലും പുറമേയുള്ള ശരീരം ക്ഷയിച്ചാലും, ഇത് രോഗത്തിന് അടിമയായാലും, കൈകാലുകൾ മാറ്റപ്പെട്ടാലും ഹല്ലേലൂയ പ്രശ്നമില്ലെന്ന് ഇന്ന് പകൽ കൈയിനേക്കാൾ, കാലിനേക്കാൾ, കണ്ണിനേക്കാൾ പ്രാധാന്യം നിന്റെ അകത്തെ മനുഷ്യനാണ്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, ഹല്ലേലൂയ, 2 കണ്ണുള്ളവനായി നീ നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റ കണ്ണനായി സ്വർഗത്തിൽ പോകുന്നത് നല്ലത്.
നിന്റെ കണ്ണ് നിനക്കിടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ ചൂഴ്ന്നു കളയുക. നിന്റെ കാലിടർച്ച വരുത്തുന്നെങ്കിൽ, നിന്റെ കൈ ഇടർച്ച വരുത്തുന്നെങ്കിൽ, ഇന്ന് പകൽ ഇടർച്ച വരുത്തുന്നതിനെ എടുത്തു മാറ്റണം. എന്താ? എന്റെ ആത്മിക ജീവിതത്തിന്, എന്റെ ദൈവമായുള്ള ബന്ധത്തിന് ഇടർച്ച വരുത്തുന്ന ഒന്നിനെ നീ സ്വത്രം വെച്ചിരിക്കരുത്. അതിനെ കട്ട് ചെയ്യണം, അതിനെ എടുത്തു കളയണം. നിന്റെ വയലിൽ നിന്ന് നിന്റെ ദൈവരാജ്യത്തിന്, ദൈവമായുള്ള ബന്ധത്തെ കട്ട് ചെയ്യുന്ന സകലത്തെയും നീ മുറിച്ചു കളയണം. പൗലോസ് പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. എന്താ പൗലോസ് നീ അങ്ങനെ പറയാൻ കാര്യം? ജീവിക്കുന്നത് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. എന്താ ഈ മരണം ലാഭമാകാൻ കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ടിട്ട് ഒരു 30-40 വർഷം ഈ ഭൂമി ജീവിക്കാൻ നമുക്ക് അവസരം കിട്ടിയാൽ 40 വർഷം രക്ഷിക്കപ്പെട്ട് 40 വർഷം പൂർത്തീകരിച്ച ഒരു വ്യക്തി മരണപ്പെട്ടാൽ അവന് 40 വർഷം ഈ ഭൂമിയിൽ ജഡത്തിൽ കർത്താവിന് വേണ്ടി ജീവിച്ചത് കൊണ്ട് ദൈവം അവന് പകരം കൊടുക്കുന്നത് നിത്യതയാണ്. സ്തോത്രം, സ്തോത്രം. ലാഭമുണ്ടോ? 30 വർഷം കർത്താവിന് വേണ്ടി ഭൂമി ജീവിച്ചപ്പോൾ ദൈവം നമുക്ക് തന്ന എത്ര വർഷം? ദൈവം മടക്കി തരുന്ന എത്ര വർഷം? എണ്ണം ഉണ്ടോ? നിത്യതയാ നമുക്ക് മടക്കി പകരം തരുന്നേ. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽ അതുകൊണ്ട് നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ പറയുന്നു, ദൈവകുഞ്ഞെ, ഇന്ന് പകൽ സ്തോത്രം, ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം നിങ്ങളെ നട്ടത് ദൈവത്തിന് ഫലം കായ്ക്കാൻ. ദൈവത്തിന് ഫലം കായ്ക്കാൻ നിങ്ങളെ നട്ടിരിക്കുമ്പോൾ, ദൈവം നമ്മളെ നട്ടിരിക്കുമ്പോൾ അതിൽ ഫലം വരാതിരിക്കാൻ ശത്രു കള വിതച്ച് നിന്നിലൊരു ഫലവുമില്ലാതെ, കർത്താവ് പറഞ്ഞു, ഫലം കായ്ക്കാത്തതിനെ ഞാൻ എന്ത് ചെയ്യും? ഫലം കായ്ക്കാത്തതിനെ വെട്ടി തീയിലിടും എന്ന് പറഞ്ഞാൽ സ്തോത്ര കർത്താവ് പറഞ്ഞു, യജമാനൻ സ്തോത്ര ദാസന്മാരോട് പറഞ്ഞു, ഇത് രണ്ടും വളരട്ടെ, ഇത് കൊയ്ത്ത് സമയമാകുമ്പോൾ ഇത് രണ്ടും വെട്ടിയിട്ട് പതിരിനെ ഞാൻ എന്ത് ചെയ്യും? ഈ കളയെ ഞാൻ കെട്ടുകെട്ടായിട്ട് തീയിലിട്ട് കളയും. സ്തോത്രം, നല്ല ഗോതമ്പ് മണി എന്ത് ചെയ്യും? അവൻ്റെ കളപ്പുരയിൽ എന്ന് പറഞ്ഞാൽ പുത്തനാം യെരൂശലേമിൽ ഞാൻ അതിനെ സൂക്ഷിക്കും. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ശത്രുവിൻ്റെ ലക്ഷ്യം എന്തെന്നറിയാമോ? അവനറിയാം ഞങ്ങളെ വെട്ടി എവിടെ ഇടും? തീയിൽ ഇടും. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ പിന്നെ എന്തായാലും തീയിലേക്ക് പോവുക. പക്ഷേ ഞാൻ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകത്തില്ല, നിന്നെയും കൊണ്ടേ, ചില കള പറ്റിയത് നിങ്ങളെ കൊണ്ടേ പോകൂ. ചില കള പറഞ്ഞു വെല്ലുവിളിച്ചോണ്ട് നിൽക്കാൻ നിന്നെയും കൊണ്ടേ പോകൂ. നിന്റെ ആത്മീക ജീവിതത്തെയും കൊണ്ടേ പോകൂ. നീ കർത്താവിൽ ഫലം കായ്ക്കത്തില്ല. നിന്നിൽ നിന്ന് ഒരു ഫലവും പുറത്തു വരത്തില്ല. നീ പ്രാർത്ഥിക്കത്തില്ല, നീ ഉപവസിക്കത്തില്ല, നീ ദേശത്തിന് വേണ്ടി കരയത്തില്ല, നീ ആത്മാക്കളെ നേടില്ല. വെല്ലുവിളി കണ്ടോ? വെല്ലുവിളി കണ്ടോ? ഇന്ന് പകൽക്കാലം നമ്മുടെ അകത്ത് നമ്മൾ അറിയാതെ കിടന്ന് വെല്ലുവിളിക്കുന്നത് എന്തെന്നറിയാമോ? ചിലരെ നോക്കി കർത്താവ് പറയാ, നീ ആത്മാക്കളെ നേടും, നീ സുവിശേഷം പറയും, നീ പ്രവചിക്കും, നീ രോഗികളുടെ മേൽ കൈവയ്ക്കും, രോഗികൾ സൗഖ്യമാകും. ഹല്ലേലൂയ. നിന്നിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞാൻ ലോകത്തിന് വെളിപ്പെടുത്തും. സ്തോത്രം. ഇരുട്ടിൽ കിടക്കുന്നവർക്ക് ഞാൻ നിന്നെ വെളിച്ചമായി വയ്ക്കും. ഹല്ലേലൂയ. ദൈവം ഇന്ന് പകൽ നിന്നെ നോക്കി പ്രവചിച്ചു പറയുക. നിന്നെ നോക്കി കർത്താവ് പറയുകയാ, നീ ഈ ഭൂമിയിൽ നിന്നെ ആക്കിയിരിക്കുന്നത്, നീ എനിക്ക് വേണ്ടി ഫലം കായ്ക്കും, നീ എനിക്ക് വേണ്ടി ഫലം പുറപ്പെടുവിക്കും, നീ രോഗികളെ സൗഖ്യമാക്കും, നീ ആത്മാക്കളെ നേടും, നീ പ്രവചിക്കും, നീ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും, നിന്നിലൂടെ വീര്യപ്രവൃത്തി വെളിപ്പെടും. അനവധി ഫലം നിന്നിൽ നിന്ന് പുറപ്പെടുമെന്ന് ഒരുവൻ പ്രതീക്ഷിച്ച് നിന്നെ നോക്കിയിരിക്കുമ്പോൾ നിന്റെ വയലിനകത്തു നിന്നുകൊണ്ട് ശത്രു നിന്നെ വെല്ലുവിളിക്കുക, ഇല്ല ഞാൻ തീയിൽ വീഴാൻ പോകുക, നിന്നെയും ആ തീയിലാക്കേണ്ടതിന് നീ ഫലമില്ലാത്തവനാക്കി, നീ പ്രയോജനമില്ലാത്തവനാക്കി നിന്നെ ഒതുക്കുന്ന ചില മേഖലകൾ ഇന്ന് പകൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, ഇന്ന് പകൽ പറ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നിൽ ഒരു ഫലം വരരുതെന്ന് നിന്റെ വയലിനകത്ത്, നിന്റെ വീട്ടിനകത്ത്, നിന്റെ സഭയ്ക്കകത്ത്, നിന്റെ ദേശത്തിനകത്ത് ശത്രു വെല്ലുവിളിക്കുമ്പോൾ ഇന്ന് പറ, പിശാചേ, എന്റെ ഫലത്തെ തടയാൻ നിനക്ക് കഴിയത്തില്ല,
എന്റെ ഫലത്തെ തടയാൻ ഇന്ന് പകൽ വിളിച്ചു പറ. പിശാചേ എന്നെ തൊടാ, എന്റെ ആത്മിക ജീവിതത്തെ തൊടാ, എന്റെ പ്രാർത്ഥനയെ തൊടാൻ, എന്റെ അഭിഷേകത്തെ തൊടാൻ, എന്റെ ആരാധനയെ തൊടാൻ പറ്റത്തില്ല, തൊടാൻ പറ്റത്തില്ല. ഇന്ന് പകൽ പ്രതികരിക്ക. ഇന്ന് പകൽ നിന്നെ വെല്ലുവിളിക്കുന്ന, നിന്നോട് ചേർന്ന് നിന്ന് നീ ഫലം കായ്ക്കത്തില്ലെന്ന് നിന്നോട് വെല്ലുവിളിക്കുന്ന പൈശാചിക മേഖലയോട് ഇന്ന് പകൽ നീ ഒരു കോംപ്രമൈസ് ചെയ്യരുത്. ഇന്ന് പകൽ അതിനെ നീ വെട്ടണം. അതിന് വിരോധമായി ഇന്ന് പകൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ പ്രതികരിച്ചോ. ഇന്ന് പകൽ ചിലത് തകരട്ടെ. ശത്രു നിന്റെ വയലിനകത്ത്, പിശാച് നിന്റെ വയലിനകത്ത് ഇനി ഒന്ന് വിതയ്ക്കാതെ വണ്ണം ഇന്ന് പകൽ നീ അതിന് ചുറ്റും വേലി കെട്ട. ഇന്ന് പകൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ തകരട്ടെ. നാളുകൾ കൊണ്ട് നിന്റെ വയലിനകത്ത് കള വിതച്ച ശത്രുവിന്റെ തന്ത്രങ്ങൾ, ശത്രുവിന്റെ പോരുകൾ ഇന്ന് പകൽക്കാലം തകർന്നു മാറട്ടെ. ഇന്ന് പകൽ ചില കോട്ടകൾ ഇടിയട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ഉയർച്ചകളും അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി, നിന്റെ ആത്മീക വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വിരോധമായി ശത്രുവിടുന്ന എല്ലാ ഉയർച്ചകളും, എല്ലാ സങ്കല്പങ്ങളും, ഏതു വിചാരത്തെയും ക്രിസ്തുവിന്റെ അനുസരണത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ അതിനെ പിടിച്ചടക്കുന്നു. ഇന്ന് പകൽ ഹല്ലേലൂയ കർത്താവേ, ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ആ കോട്ടകൾ ഇടിയട്ടെ. ഹല്ലേലൂയ. ദൈവകുഞ്ഞ് നിന്നെ നട്ടിരിക്കുന്നത് ഏതോ ഒരു വയലിലല്ല, സ്വർഗരാജ്യം എന്ന വയലിനകത്ത് നിന്നെ നട്ടവനൊരു പ്രതീക്ഷയുണ്ട്. ഈ പട്ടണത്തിനകത്ത് നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ പട്ടണത്തിനകത്ത് നിന്നെ കൊണ്ടുവന്നതിന് ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ട്. ഈ വിക്ടറി ഇന്റർനാഷണൽ മലയാള സർവീസിൽ നിന്നെ നട്ടതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഇന്ന് പകൽ അതിന് വിരോധമായി വ്യാപരിക്കുന്ന സകല ഉയർച്ചകളും തകരണം. അതിന് വിരോധമായി ശത്രു വിതച്ച കളകൾ തകരണം. ഹല്ലേലൂയ, സ്തോത്രം. ഇനി നിന്റെ നന്മയെ വലിച്ചു കൊണ്ടുപോകാം. ഇനി നിന്റെ നിന്റെ വളർച്ചയ്ക്ക് ദൈവം അനുവദിച്ചതിനെ ശത്രു കവരാൻ അനുവദിക്കരുത്. ഇന്ന് പകൽ ദൈവമക്കൾ പ്രതികരിക്കണം. ഇന്ന് പ്രതികരിക്കുന്നത് പാസ്റ്ററിന്റെ മൈക്കിലൂടെ വരുന്ന ശബ്ദത്തിന് നേരെയല്ല. ഇന്ന് പകൽ നിന്റെ വയലിനകത്ത് ശത്രു വിതച്ചെങ്കിൽ ഇന്ന് പകൽ നീ അതിനെ തകർക്കണം, നീ അതിനെ വെട്ടിക്കളയണം. ഹല്ലേലൂയ. നിനക്ക് ഇടർച്ച വരുത്തുന്നതിന് അത് മനുഷ്യനായാലും, അത് മാനുഷികമായാലും, അത് പൈശാചികമായാലും, അത് മെറ്റീരിയൽ ആയാലും, ഇന്ന് പകൽ നീ അതിനെ മുറിച്ചു കളയണം. ഇന്ന് പകൽ കർത്താവ് നിന്നോട് കൂടെ ഇരിക്കും. കർത്താവ് നിന്നോട് കൂടെ ഇരിക്കും. കർത്താവ് നിന്നോട് കൂടെ ഇരിക്കും. നീ ഒറ്റയ്ക്കല്ല. ഈ വയലിൽ ഒരുവനുണ്ട്. നിനക്ക് തുണ നിൽക്കുന്നവൻ, നിന്റെ ഹൃദയം അറിയുന്നവൻ. നിനക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ ഇന്ന് പകൽ കർത്താവിനോട് പറ, പരിശുദ്ധാത്മാവിനോട് പറ, പരിശുദ്ധാത്മാവേ എന്നെ നീ സഹായിക്കണം. ഈ വയലിൽ ഞാൻ ഒറ്റയ്ക്കാണ്, എന്റെ ചുറ്റിൽ നിൽക്കുന്ന കളയാണ്, എനിക്ക് ഫലം കായ്ക്കണം. ഇന്ന് പകൽ നിന്നെ സഹായിക്കുന്ന ഒരുവൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്നെ സഹായിക്കുന്നവൻ ഒരുവൻ നിന്റെ അടുക്കൽ നിൽപ്പുണ്ട്. ഇന്ന് പകൽ നിന്നെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ് ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് പകൽ പ്രതികരിച്ചോ. ഇന്ന് പകൽ ചിലതിനെ വെട്ടിക്കളയണം. നിന്റെ ഫലത്തിന് വിരോധമായി, നിന്റെ ഉയർച്ചയ്ക്ക് വിരോധമായി, നിന്റെ ആത്മിക ജീവിതത്തിന് വിരോധമായി സ്തോത്രം, ചിലതിനെ വെട്ടിക്കളയണം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഈ പട്ടണത്തിൽ ദൈവം പ്രതീക്ഷിച്ച ആത്മീക ഫലം നിന്നിൽ നിന്ന് പുറത്തു വരത്തക്കവണ്ണം ഇന്ന് പകൽ നിന്റെ വയലും നിനക്കുള്ളതാ. അതിനകത്ത് ശത്രുവിന് കയറാൻ, നിന്റെ ആത്മിക ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന ഒരു വ്യക്തിയാകട്ടെ, അതൊരു മെറ്റീരിയൽ ആകട്ടെ, അത് ഏത് പൈശാചിക മേഖലയായാലും, മാനുഷിക മേഖലയായാലും, മെറ്റീരിയൽ മേഖലയായാലും, ഇന്ന് പകൽ ഹല്ലേലൂയ ദൈവകുഞ്ഞ നീ അതിനെ മുറിച്ചു മാറ്റണം. നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. നട്ടവൻ നിന്നോട് കൂടെ
കൂടെയുണ്ട്, നനയ്ക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്, വളർത്തുന്നവൻ നിന്നോട് കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആമേൻ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ആമേൻ ശബ്ദം പുറത്തു വരട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്നൊരു തീരുമാനമെടുക്കണം കർത്താവേ. ഹല്ലേലൂയ ദൈവമേ, ഇന്ന് പകൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ എൻ്റെ ആത്മീക ജീവിതത്തിന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ വിരോധമായി നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും ആമേൻ മാറിപ്പോകണം. ഹല്ലേലൂയ എനിക്ക് ഫലം കായ്ക്കണം, എൻ്റെ കുടുംബത്തിൽ ഫലം കായ്ക്കണം, എൻ്റെ തലമുറകൾ ഫലം കായ്ക്കണം. ഫലമില്ലാത്തവരായിട്ടല്ല ആമേൻ, ഫലമുള്ളവരായി ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഫലമില്ലാത്തതിനെ ആമേൻ ഒരു കൊമ്പ് പോലെ മുറിച്ച് കളഞ്ഞിട്ട് ആമേൻ അതിനെ തീയിലിട്ട് ചുട്ടുകളയുന്ന ആമേൻ പാഴിന്റെ കൂട്ടിലല്ല ആമേൻ. ദൈവകുഞ്ഞേ, നീ പതിരിന്റെ കൂടെ അല്ല, നീ കതിരിന്റെ കൂടെ കളപ്പറയിൽ കൂട്ടിവെക്കുന്ന ആമേൻ ആ കതിർമണിയുടെ കൂടെ ആമേൻ ഞാനും നിങ്ങൾ കാണേണ്ടതിന് ഇന്ന് പകൽക്കാലം അതിന് വിരോധമായി നിൽക്കുന്നതിനെ ഇന്ന് പകൽ നാം അതിനെ തകർത്തു കളയണം. ജീവിക്കുന്നതല്ല വിഷയം, ഈ ഭൂമി നമ്മൾ വിടാൻ പോവുക. അപ്പൻ്റെ രാജ്യത്തിൽ ചെല്ലുമ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിപ്പാൻ ആ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ തല ഉയർത്തിപ്പിടിച്ച് കർത്താവേ, ഭൂമിയിൽ ഞാൻ ആയിരുന്ന ഇടങ്ങളിൽ നിനക്ക് വേണ്ടി ഫലം കായ്ച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് ആമേൻ പ്രതിഫലം വാങ്ങുവാൻ തക്കവണ്ണം അന്ന് തല ഉയർന്നിരിക്കണമെങ്കിൽ ഇന്ന് ചിലതിനെ വേട്ടണം, അത് വേട്ടണം, ചിലതിനെ നീക്കം ചെയ്യണം. ചിലത് ആമേൻ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാതെ വണ്ണം ആമേൻ നമ്മൾ അതിനെ കാക്കണം. കർത്താവേ, ഇന്ന് പകൽ ഞാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നാളുകൾ കൊണ്ട് കർത്താവേ ഞങ്ങളുടെ വയലിൽ പതിയിരുന്ന ചില മേഖലകളെ കർത്താവേ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ വളർച്ചയ്ക്കും ദൈവം പ്രതീക്ഷിക്കുന്ന ആത്മീക ഫലത്തിനും വിരോധമായി ഞങ്ങളുടെ നന്മകളെ ഊറ്റുന്ന ആമേൻ ഞങ്ങളുടെ കർത്താവേ ആമേൻ സ്വർഗം അനുവദിച്ച ആമേൻ സകല സാധ്യതകളെ ഊറ്റുന്ന എല്ലാ അന്ധകാര ശക്തികളും ഇന്ന് പകൽ സൈലന്റ് ആകട്ടെ, സൈലന്റ് ആകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൈലന്റ് ആകട്ടെ. കർത്താവേ, സഭ വളരും, വ്യക്തികൾ വളരും. ആമേൻ സ്തോത്രം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ആമേൻ കർത്താവേ ആമേൻ ആമേൻ സഭ ദൈവത്തിന്റെ ശരീരമാണെങ്കിൽ, സഭ പണിയുന്നത് കർത്താവാണെങ്കിൽ ആമേൻ ഈ സഭ വളരും, ഈ സഭ വളരും, വ്യക്തികൾ വളരും. ആമേൻ ഹല്ലേലൂയ. ഇന്ന് പകൽ സഭയ്ക്കും ആമേൻ വ്യക്തികൾക്കും വിരോധമായി നിൽക്കുന്ന സകല മേഖലകൾക്കകത്തും പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി വ്യാപരിക്കട്ടെ. ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, നീ വളരും ദൈവമേ, നീ വളരും. ആമേൻ. ശത്രു എവിടെ വളരല്ല എന്ന് പറഞ്ഞോ അവിടെ നിന്നെ ദൈവം വളർത്തും. എവിടെ ഉയരത്തില്ലെന്ന് നിന്നെ വെല്ലുവിളിച്ചോ അവിടെ നിന്നെ ഉയർത്തും. ശത്രു മുൻഭാഗം മേശയൊരുക്കുന്ന ഇന്നലകളിലെ കഷ്ടങ്ങൾ, ഇന്നലകളിലെ നഷ്ടങ്ങൾ, ഇന്നലകളിലെ പ്രതികൂലങ്ങൾ ആമേൻ നീ തകരാനല്ല. ആമേൻ സ്തോത്രം. നിനക്ക് വേണ്ടി എൻ്റെ കർത്താവ് മേശയൊരുക്കും. ഈ പട്ടണത്തിന്റെ നടുവിൽ നിനക്ക് വേണ്ടി മേശയൊരുക്കും. ഒരു ശത്രുവിനും അത് എടുപ്പാൻ കഴിയത്തില്ല. നട്ടവനൊരു പ്രതീക്ഷ. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല പകലിനായി സ്തോത്രം കർത്താവ്. ഞങ്ങൾ അടുത്ത ആഴ്ച ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ, ഞങ്ങളുടെ വയലിലെ മാറ്റങ്ങൾ കൊത്തവണ്ണം ഞങ്ങൾ നിന്നെ ആരാധിക്കും, അങ്ങയെ സ്തുതിക്കും, അങ്ങയെ മഹത്വപ്പെടുത്തും. കൃപാവരങ്ങളാൽ നിന്റെ സഭയിൽ ഞങ്ങൾ ആമേൻ ഫലമുള്ളവരായി മാറും. കർത്താവെ, അങ്ങയുടെ ജനത്തെ ബ്ലെസ് ചെയ്യും. ഒരു വയലിലും കർത്താവെ ശത്രുക്കളെ വിതയ്ക്കുവാൻ ദൈവം സമ്മതിക്കരുതപ്പ. കർത്താവ് പറയുക, ഇന്ന് പകൽ നിങ്ങൾ ഉണർന്നിരിക്കണം. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ഉറങ്ങിപ്പോകരുത്, ബലഹീനപ്പെട്ടു പോകരുത്. ആത്മാവിൽ നിങ്ങൾ ശക്തിപ്പെട്ടവരായിരുന്നാൽ നിങ്ങളുടെ വയലിൽ ഒരു ശത്രുവും കയറത്തില്ല. കർത്താവെ, ജനത്തെ ബ്ലെസ് ചെയ്യുന്നു. അങ്ങയുടെ സന്നിധി നീട്ടപ്പെട്ട ഓഫറിങ്ങിനായി സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് മാനിക്കണം.
ആമേൻ. ഈ ആഴ്ചയിൽ കർത്താവെ വ്യത്യസ്തമായ നന്മകൾ കാണത്തക്കവണ്ണം കർത്താവെ ഞാൻ അങ്ങയുടെ ജനത്തെ ഞാൻ ബ്ലെസ് ചെയ്യുന്നു കർത്താവെ, അനുഗ്രഹിക്കുന്നു കർത്താവെ. അങ്ങയുടെ കരുണയും കൃപയും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ എല്ലാവരും ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാം ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ ബലമുള്ള കരങ്ങൾ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടിരിക്കായി സ്തോത്രം. ക്രിസ്തുയേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ഇത്രത്തോളം നമ്മളെ അനുഗ്രഹിച്ചല്ലോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ വരവ് നാൾ വരെയും നാം എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇത്രത്തോളം ചെയ്യുന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.